സ്കോളർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് പ്രിപ്പോസിഷനിൽപ്പെട്ട ഫോർ, ഫ്രം എന്നിവയെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫോറിനെ കുറിച്ചാണ്. എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഫോറിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഉപയോഗം ടു ഇൻഡിക്കേറ്റ് പർപ്പസ്, അതായത് ഒരു ഉദ്ദേശത്തെ, ലക്ഷ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us ഗോ ഫോർ എ വാക്ക്, ഷീ റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ്. അടുത്ത ഉപയോഗം ടു ഇൻഡിക്കേറ്റ് സ്യൂട്ടബിലിറ്റി. സ്യൂട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ഫിറ്റ്നസ്, അനുയോജ്യതയെ കുറിച്ച് പറയുമ്പം, സ്യൂട്ടബിലിറ്റിയെ കുറിച്ച് പറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ ആണ്. ഫോർ എക്സാമ്പിൾ, മിൽക്ക് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, these clothes are suitable for the occasion. അടുത്ത ഉപയോഗം ടു ഇൻഡിക്കേറ്റ് എക്സ്ചേഞ്ച്, അതായത് വിനിമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഫോർ എക്സാമ്പിൾ, ഐ ഗേവ് 100 rupees ഫോർ ദ ഷർട്ട്, വി ഷുഡ് പ്ലാന്റ് എ ന്യൂ ട്രീ ഫോർ എവറി ട്രീ കട്ട് ഡൗൺ. അടുത്ത ഉപയോഗം ടു ഇൻഡിക്കേറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി, അതായത് ഒരു പ്രവൃത്തിയുടെ സമയദൈർഘ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഫോർ എക്സാമ്പിൾ, ഹി പ്ലേഡ് ഫോർ 2 hours, ഷീ ഹാസ് ബീൻ ആബ്സെന്റ് ഫ്രം സ്കൂൾ ഫോർ എ വീക്ക്. അടുത്തത് ടു ഇൻഡിക്കേറ്റ് ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഫോർ എക്സാമ്പിൾ, ഹി leaves for Chennai this evening. അടുത്തത് ടു മീൻ ഇൻ ഡിഫൻസ് ഓഫ് ഓർ ഇൻ ഫേവർ ഓഫ്, അതായത് ഒരു കാര്യത്തെ നമ്മൾ അനുകൂലിച്ച് പറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഫോർ ദിസ് പ്രൊപ്പോസൽ. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഫോർ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ബോട്ട് എ ബുക്ക് ഫോർ ഹിം, ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു ബുക്ക് വാങ്ങി. ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഫോർ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ഫ്രം. ഫ്രമിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഉപയോഗം to indicate a point of departure or a starting point, അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ഇൻ പ്ലേസ് ഓർ ടൈം, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന, പുറപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു പ്രവൃത്തി ആരംഭിക്കുന്ന സമയത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ഫ്ലൈയിങ് ഫ്രം ജമ്മു ടു Srinagar, the school will close from the 1st April. രണ്ടാമത്തെ ഉപയോഗം ടു ഇൻഡിക്കേറ്റ് ദ സോഴ്സ് ഓർ ഒറിജിൻ ഓർ ഗിവർ ഓർ സെൻഡർ, ഒരു ഉറവിടത്തെ, ഉത്ഭവത്തെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ നൽകുന്ന ആളെ, അയക്കുന്ന ആളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ, I have received a letter from my uncle. അടുത്ത ഉപയോഗം ടു ഇൻഡിക്കേറ്റ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എ പ്രോസസ് ഓഫ് മാനുഫാക്ചർ, അതായത് നിർമ്മാണ നടക്കുന്ന പ്രവൃത്തിയെ, നിർമ്മാണ പ്രക്രിയയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഫ്രം ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്, സ്റ്റീൽ ഈസ് മെയ്ഡ് ഫ്രം അയൺ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുമ്പോൾ ആ പദാർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വസ്തു ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് രൂപവ്യത്യാസം വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്രം ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഗ്രേപ്സിൽ നിന്നാണ് വൈൻ നിർമ്മിക്കപ്പെടുന്നത് എന്നാണ്. അപ്പം ഈ ഗ്രേപ്സിന്റെ ആ ഷേപ്പ് മാറിയിട്ടാണ് വൈൻ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ സ്റ്റീൽ ഈസ് മെയ്ഡ് ഫ്രം അയൺ, അയേണിന്റെ രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ
മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് രൂപവ്യത്യാസം വരുന്നില്ല എങ്കിൽ നമ്മൾ ഫ്രം ഉപയോഗിക്കരുത്, അവിടെ ഓഫാണ് ഉപയോഗിക്കേണ്ടത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും PSC പോലുള്ള മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് വരാറുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ, നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് രൂപവ്യത്യാസം വരുന്നില്ല എങ്കിൽ നമ്മൾ ഓഫാണ് ഉപയോഗിക്കേണ്ടത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. അവിടെ നമ്മൾ വുഡിന്റെ ഷേപ്പ് മാറുന്നില്ല, അതിൽ സൈസൊക്കെ മാറ്റുക എന്നല്ലാതെ ആ വുഡ് മാറ്റുന്നില്ല. അങ്ങനെ രൂപവ്യത്യാസം വരാതെയാണ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും, മെറ്റീരിയൽസിന്റെ ഷേപ്പ് മാറുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫ്രമ്മുമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തു വെക്കുക. അടുത്ത ഫ്രമ്മിന്റെ ഉപയോഗം ടു ഇൻഡിക്കേറ്റ് സെപ്പറേഷൻ, റിമൂവൽ, എസ്കേപ്പ് എക്സെട്ര. അതായത് ഒരു സെപ്പറേഷൻ, വേർതിരിവിനെ സൂചിപ്പിക്കുവാൻ, ഒരു എസ്കേപ്പ്, ഒരു രക്ഷപ്പെടലിനെ സൂചിപ്പിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഫ്രം ആണ്. ഫോർ എക്സാമ്പിൾ, ഹി വാസ് റിലീസ്ഡ് ഫ്രം പ്രിസൺ യെസ്റ്റർഡേ. ഹി കെപ്റ്റ് ദി സീക്രട്ട് ഫ്രം മീ. അടുത്തത് ടു ഇൻഡിക്കേറ്റ് റീസൺ, കോസ്, മോട്ടീവ് എക്സെട്ര. അതായത് കാരണത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് സഫറിംഗ് ഫ്രം കോൾഡ്. മറ്റൊരു ഉപയോഗം ടു ഇൻഡിക്കേറ്റ് എ ഡിഫറൻസ് ഓർ ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസം, ഡിഫറൻസ്, ഡിസ്റ്റിങ്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്. ഫോർ എക്സാമ്പിൾ, he is quite different from his brother. പ്രിപ്പോസിഷന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.